തന്നെ അതിശക്തമായ മഴ സംസ്ഥാനത്തെ പല ജില്ലകളിലും ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലമാണുള്ളത്. ഇന്ന് 8 ജില്ലകളിൽ ആണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ തൃശൂർ ജില്ല വരെയുള്ള ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട്. പലയിടത്തും ഇന്നലെ രാത്രി തുടങ്ങിയ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ നേരിയ ശമനമുണ്ട്. പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കരിക്കകം കണ്ണമ്മൂല മേഖലയിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തിരുവനന്തപുരം കേശവൻ നായർ റോഡിൽ ശ്രീചിത്ര റിസർച്ച് സെന്ററിന്റെ മതിൽ ഇടിഞ്ഞു വീണു. തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ മഴ ശക്തമാണ്. ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ ജാഗ്രത പുലർത്തണം. ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പശ്ചാത്തലം കൂടിയുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി അരുണും ഒപ്പം കൊച്ചിയിൽ നിന്ന് നവമി ദിനേശുമാണ് ചേരുന്നത്. അതേസമയം ഈ ദുരിതപ്പെയ്ത്ത് ഏത് തരത്തിലാണ് ജനങ്ങളെ ബാധിക്കുന്നത് എന്നത് സംബന്ധിച്ച പ്രതികരണങ്ങൾ കൂടി പരിശോധിക്കാം. ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴയാണ്. ഈ ഭാഗത്തും മഴ പെയ്ത ഉടനെ വെള്ളം കെട്ടുന്ന സ്ഥലമാണ്. പൊഴി മുറിഞ്ഞെങ്കിൽ പെട്ടെന്ന് ഈ വെള്ളം കംപ്ലീറ്റ് പോയെന്നായിരുന്നു. നമ്മൾ പലരെയും വിളിച്ചു. ഇപ്പം മുറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. സ്ഥലം MLA ഇതുവരെ ഈ സ്ഥലം നോക്കിയിട്ടില്ല. അതാണ് ഏറ്റവും MLA രാവിലെ വിളിച്ചിട്ട് എടുത്തില്ല. അപ്പൊ ആ നിലയിലാണ് കരിക്ക പ്രദേശത്ത് മൊത്തം ഈ വീട് ഇപ്പോൾ ഏതാനും നിമിഷം തന്നെ ഈ വീട് തന്നെ കട്ടയിട്ട പഴയ വീടാണ്. അത് നിലം പൊത്തും. ആ കണക്കിന് നമ്മൾ രാവിലെ 5 മണി മുതൽ പലരെയും വിളിക്കുകയാണ്. ഇപ്പൊ പൊഴിമുറി എന്നല്ലാതെ ഇതുവരെ മുറിഞ്ഞ അരമണിക്കൂർ കൊണ്ട് ഇവിടെ ഈ പ്രദേശത്തെ വെള്ളം വറ്റുന്നതാണ്. ഈ അടുത്ത കാലത്തായി ഇത്രയും വെള്ളം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. 81-ന് ശേഷം ഇത്രയും വലിയ വെള്ളക്കെട്ടുണ്ടാകുന്ന ഈ സമയത്താണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ പ്രദേശത്ത് എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ വളരെ രൂക്ഷമാണ്. മറ്റ് നടപടിയിലേക്ക് ജനങ്ങൾ പോവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ വീടൊക്കെ ഉടനെ ഇടിച്ചു വിടുന്ന ഒരു അവസ്ഥയിലാണ്. വീട് മുറിക്ക് എല്ലാം സാധനങ്ങളെല്ലാം നനഞ്ഞ് എല്ലാം കട്ടില് പഴയ കട്ട കെട്ടിയ വീടാണ്. അത് ഉടനെ തന്നെ എന്തെങ്കിലും തീരുമാനം ആവും എന്നുള്ളതാണ്. വെള്ളം മുറിക്കകത്ത് മൊത്തം എല്ലാ മുറികളിലും വെള്ളം കയറി. ഏകദേശം 300-ഓളം വീടുകൾ വെള്ളക്കെട്ടിൽ ആവുകയും അതോടൊപ്പം തന്നെ അതിൽ ഉണ്ടായ ഒരു കാലതാമസം എന്ന് പറയുന്നത് നമ്മുടെ പാർവതി പുത്തനാറിലെ വേളിപ്പൊഴിയുമായി ബന്ധപ്പെട്ട് വേളിപ്പൊഴി മുറിയുന്നതുമായി ബന്ധപ്പെട്ട് വന്നുള്ളത് കാലതാമസമാണ്. ഇന്നലെ തന്നെ തഹസിൽദാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തരമായി ചെയ്യാമെന്നുമാണ് അദ്ദേഹം ഉറപ്പ് തന്നിരുന്നത്. പക്ഷെ ഇന്നലെ ചെയ്യാതെ വന്നു. വീണ്ടും ഇന്ന് രാവിലെ വെളുപ്പിന് അറിഞ്ഞ ഉടൻ തന്നെ കൌൺസിലർ എന്നുള്ള നിലയ്ക്ക് തഹസിൽദാരുടെ ശ്രദ്ധയപ്പെടുത്തി, വില്ലേജ് ഓഫീസറുടെ ശ്രദ്ധയപ്പെടുത്തി, അങ്ങനെ ഇപ്പോൾ വേളി പൊഴി മുറിയാനുള്ള പണി പ്രാരംഭമാട്ടം എന്നുള്ള നിലയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം മണിക്കൂറുകൾക്കകം തന്നെ ഇത് ഉടൻ തന്നെ ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാൻ സാധിക്കും. പൊഴി മുറിഞ്ഞുകൊണ്ട് പരിഹാരം കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലം MLA ആയ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും പെടുത്തി അദ്ദേഹവും ഇടപെട്ട് തഹസിൽദാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധാടിസ്ഥാനത്തിൽ തന്നെ ഉടൻ തന്നെ വേളി പൊഴി ഉടനടി മുറിയുന്നതിനുള്ള നടപടിക്രമം പൂർത്തീകരിക്കും. അതോടൊപ്പം മറ്റ് ചില പോക്കറ്റുകളിൽ ഒറ്റപ്പെട്ട വീടുകളിൽ വെള്ളം കയറിയതുണ്ട്. അവിടെയും നഗരസഭയുടെ ജീവനക്കാരെ ഉപയോഗിച്ചുള്ള നടപടി അതായത് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വി അരുണിലേക്ക്. അരുൺ, ഈ പ്രദേശവാസികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ അവരുടെ ഉറക്കം കെടുത്തിയിരുന്നു ഈ മഴ എന്നതിൽ തർക്കമില്ല. ഇപ്പോൾ നേരിയ ശമനമുണ്ട് എന്നത് വലിയ ആശ്വാസമാണ്. പക്ഷേ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു എന്നത് വലിയ ബുദ്ധിമുട്ടാണ് അവരിൽ ഉണ്ടാക്കുന്നത് എന്നത് വ്യക്തമാണല്ലോ. അധികൃതരെയൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്ന പരാതി കൂടിയുണ്ടല്ലോ തലസ്ഥാനത്തെ ജനങ്ങൾക്ക്. അഭിലാഷ്, തലസ്ഥാനത്തിന്റെ ഒരു പൊതുസ്ഥിതി തന്നെയാണ്. ഇന്ന് പക്ഷേ ശക്തമായ മഴയാണ്. ഇന്നലെ രാവിലെ തുടങ്ങിയ മഴയാണ്. പലയിടങ്ങളിലും നിർത്താതെ പെയ്യുന്നുണ്ട്. മലയോര മേഖലകളിൽ പ്രത്യേകിച്ചും. നഗരത്തിലും ഇത് ശക്തമായ മഴ ഇന്നലെ വൈകുന്നേരമാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് ശക്തമായ മഴ ഈ രീതിയിൽ തുടരുന്നത്. അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. വേളിപ്പൊഴി മുറിച്ചാണ് ഈ പ്രശ്നങ്ങൾക്ക് സാധാരണ പരിഹാരം ഉണ്ടാകുന്നത്. വേളിപ്പൊഴി മുറിക്കുമ്പോൾ സ്വാഭാവികമായും വെള്ളം കടലിലേക്ക് പോകും. അങ്ങനെ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാകും. ഇത്തവണ പൊഴി മുറിക്കാൻ വൈകിയതാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയത്. ഏതായാലും ഇപ്പോൾ പൊഴി മുറിക്കാൻ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ വാർഡ് കൗൺസിലർ അടക്കം പറഞ്ഞതുപോലെ MLAയും അതുപോലെ തന്നെ മറ്റ്
ജില്ലാ ഭരണകൂടവും ഒക്കെ ഇടപെട്ട് പൊഴി മുറിക്കാൻ നടപടി സ്വീകരിക്കുകയാണ്. കരിക്കകത്തും അതുപോലെ തിരുവനന്തപുരത്ത് കണ്ണമ്പൂരയിലുമുള്ള പ്രദേശങ്ങളിലാണ് ഈ ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം കയറിയത്. പ്രധാനപ്പെട്ട റോഡുകളിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. നമുക്കറിയാം, ഈ ഉള്ളൂരിൽ നിന്ന് ആക്കുളത്തേക്കുള്ള വഴിയിലടക്കം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന തരത്തിലേക്ക് റോഡിൽ വെള്ളക്കെട്ടുണ്ട്. ബേക്കർ ജംഗ്ഷനിൽ റോഡിൽ വെള്ളം കെട്ടി. ചാക്ക ഭാഗത്ത് അതുപോലെ ശക്തമായ വെള്ളക്കെട്ടുണ്ട്. പൂജപ്പുര ഇന്നലെ രാത്രിയാണ് ഒരു വലിയൊരു റോഡിലേക്ക് മതിലിടിഞ്ഞ് വീണ സംഭവമുണ്ട്. അങ്ങനെ പലയിടത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ മഴ അതിനെ സൂചിപ്പിച്ച പോലെ ശക്തമായി പെയ്യുന്നില്ല. ചെറിയ ഒരു ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോൾ. അതാണ് ഒരു ആശങ്ക മാറുന്ന ഒരു സാഹചര്യമായി ഉള്ളത്. ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതിരാവിലെ തന്നെ ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ പൊന്മുടി അടക്കമുള്ള മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുമുണ്ട്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ പൊന്മുടിയിലേക്ക് ആളുകളെ കടത്തിവിടേണ്ട എന്നതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. തീർച്ചയായും അവിടെ ഈ പറയുന്നത് പോലെ പൊന്മുടി പോലെയുള്ള പ്രദേശങ്ങൾ അത് അപകട സാധ്യതയുള്ള മേഖലയാണ്. അവിടെ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ പ്രവേശനം വിലക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും തിരുവനന്തപുരത്തൊക്കെ ഈ അവധി ദിനങ്ങളിലേക്കൊക്കെ കടക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇനിയിപ്പോൾ പൂജവെപ്പിൻ്റെ അവധി അതൊക്കെ മുന്നേ കണ്ടെടുത്ത് അടുത്ത ദിവസത്തെ ശനി ഞായർ ദിവസങ്ങളിലേക്കൊക്കെ വരുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അവധിയാണ്. ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴ ഇന്നലെ രാത്രി തന്നെ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. പക്ഷേ 6:30യോടുകൂടിയാണ് ഈ അറിയിപ്പ് വന്നത് എന്നതിൽ ചില എതിർപ്പുകളുണ്ടല്ലോ. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ അവധി അറിയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ പല സ്കൂളുകളും 8 മണിക്കൊക്കെ ഈ മറ്റ് CBSE സ്കൂളുകളൊക്കെ 8-8:30യോടുകൂടി പഠനം ആരംഭിക്കും. അപ്പോൾ 6:30ക്കൊക്കെ കുട്ടികൾ സ്കൂൾ ബസ്സിൽ കയറിക്കഴിഞ്ഞ സമയമാണ് എന്ന് രക്ഷിതാക്കൾ വലിയ പരാതിയും പറയുന്നുണ്ടല്ലോ അരുൺ. തീർച്ചയായിട്ടും സ്കൂളിലേക്ക് പോയ കുട്ടികൾ തിരികെ വന്ന സംഭവങ്ങളുമുണ്ട്. കാരണം കേന്ദ്രീയ വിദ്യാലയം അടക്കമുള്ള സ്കൂളുകൾ അതിരാവിലെ 6:30യോടുകൂടി കുട്ടികളെത്തി 7 മണിക്ക് മുമ്പ് ക്ലാസുകൾ ആരംഭിക്കുന്ന സ്കൂളുകളുണ്ട്. അവരൊക്കെ പലരും അറിയാതെ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയെന്ന പ്രശ്നമുണ്ട്. നമുക്കറിയാം, തലസ്ഥാനത്ത് നേരത്തെയും ഇത്തരം വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവധി അനുവദിക്കാൻ വൈകുന്ന വലിയ വിവാദമായിരുന്നതാണ്. പക്ഷെ ഇത്തവണ അതേ കാര്യം സംഭവിച്ചു. അങ്ങനെ തന്നെ ശക്തമായ മഴയുടെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ശക്തമായ മഴയുണ്ട്. എന്നിട്ടും രാത്രി പോലും അവധി പ്രഖ്യാപിക്കാതെ ഇന്ന് രാവിലെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് അവധി പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിദ്യാഭ്യാസ മന്ത്രി കളക്ടറെ അതിരാവിലെ വിളിക്കുകയും അവധി പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു എന്നാണ് അറിയുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും വലിയ രീതിയിൽ വെള്ളമുണ്ട്. നമ്മുടെ ഓഫീസിന് സമീപത്തുള്ള കിംസ് ആശുപത്രിയുടെ അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വലിയ രീതിയിൽ വെള്ളം കയറി. അവിടെ വാഹനങ്ങളടക്കം മുങ്ങിപ്പോയതായ വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഈ ജലാശയങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ വെള്ളക്കെട്ട് ഇപ്പോഴുമുണ്ട്. ഈ പൊഴി മുറിയുന്നത് ഇനിയും വൈകിയാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. ഏതായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് മാത്രമാണ് ആശ്വാസം. പക്ഷെ അപ്പോഴും വെള്ളക്കെട്ട് ഇനിയും മണിക്കൂറുകളോളം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അഭിലാഷ്, യെസ്, അതാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ മഴ മാറി നിൽക്കുന്നു അല്പം എന്നത് മാത്രമാണ് ആശ്വാസം. ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നഗരപ്രദേശത്തിലൂടെ കടന്നു പോകുന്ന തോടുകളും റോഡും ഒരേ നിരപ്പിലേക്ക് എത്തിയിരിക്കുന്നു. വെള്ളം എന്നുള്ളതാണ് പലപ്പോഴും ഈ കാലവർഷത്തിന്റെ സമയത്ത് മാത്രം തോടുകൾ വൃത്തിയാക്കുക, ഓടകൾ വൃത്തിയാക്കുക എന്നതാണ് പൊതുവെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സമീപനം. അതിനപ്പുറത്ത് ഇത്തരം ചക്രവാത ചുഴി പോലെ അപ്രതീക്ഷിതമായ മഴ ഉണ്ടായാൽ അത് 2-3 ദിവസമൊക്കെ നീണ്ടു നിന്നാൽ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ അധികൃതർ ഉൾക്കൊള്ളുന്നുണ്ടോ, അതിന് വേണ്ട നടപടികളുണ്ടോ എന്ന് സംശയമുണ്ടാകുന്നു. അതാണ് നാട്ടുകാരുടെ പ്രതിഷേധങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ നവമി ദിനേശാണ് ചേരുന്നത്. നവമി, കൊച്ചി എന്നത് എപ്പോഴും ഈ രാവിലെ സമയങ്ങളിലൊക്കെ വലിയ ഗതാഗത കുരുക്ക് അല്ലാത്ത സമയത്ത് പോലുമൊക്കെ അനുഭവപ്പെടുന്ന സ്ഥലമാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളിൽ മുട്ടിന് മുകളിൽ വരെ വെള്ളമുള്ള സാഹചര്യം ഉണ്ടാകുന്നു. 4 ചക്ര വാഹനങ്ങളടക്കം വലിയ പ്രയാസപ്പെട്ട് റോഡിലൂടെ കടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് കൊച്ചിയിലെ ഒരു സാഹചര്യം നവമി? അഭിലാഷ്, ഗുഡ് മോർണിംഗ്. കൊച്ചി നഗരത്തിലേക്ക് വന്നാൽ വലിയ രീതിയിലുള്ള മഴ ഇതുവരേക്കും രേഖപ്പെടുത്തിയിട്ടില്ല. ഇടവിട്ടുള്ളൊരു മഴ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇന്നലെ രാത്രി തുടർച്ചയായി 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മഴയുണ്ടായിരുന്നു. പക്ഷെ പുലർച്ചയോടുകൂടി അത് മാറുകയും ചെയ്തു. ഇടവിട്ട ഇപ്പോൾ അല്പസമയം മുൻപ് എന്തായാലും ചെറിയ രീതിയിൽ മഴ പെയ്യുന്നു. പക്ഷെ അത് വലിയ ശക്തമായിട്ടുള്ള മഴ അല്ല. ഇങ്ങനെ ഇടവിട്ടുള്ള ഒരു മഴയാണ്. ഒരു മഴ സാധ്യതയിൽ തന്നെയാണ് അന്തരീക്ഷം
മുഴുവനും. എന്തായാലും മറ്റൊരു കാര്യം, മലയോര മേഖലകളിൽ പിന്നെയും കനത്ത മഴ പെയ്യുന്നുണ്ട്, ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും കൂടി വരുന്നുണ്ട്. എങ്കിൽ പോലും ജാഗ്രതാ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമോ ഒന്നും തന്നെയില്ല. പെരിയാറിന്റെ തീരങ്ങളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മഴ ശക്തമാകുകയോ വീടുകളിലേക്ക് വെള്ളം കയറുകയോ ചെയ്താൽ ഭരണകൂടത്തെ അറിയിക്കുക, എത്രയും വേഗം അവിടെ നിന്ന് മാറണം എന്നൊരു മുന്നറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒപ്പം യെല്ലോ അലേർട്ടാണ് ജില്ലയിലുള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷവും ഒക്കെ വലിയ മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ തീരദേശത്തുള്ളവർക്ക് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പക്ഷേ മത്സ്യബന്ധനത്തിന് വിലക്കില്ല, ഒരു ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്.